രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെട്ടു. ചില പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ശബരിമല സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള ചില വിവാദ വിഷയങ്ങളിൽ വോട്ടർമാർക്കുള്ള അവരുടെ അഭിപ്രായം കൃത്യമായിട്ട് രേഖപ്പെടുത്താൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് ഫലം അത് BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു മാറ്റത്തിൻ്റെ നാന്ദി കുറിക്കലായിട്ട് തന്നെയല്ലേ കാണേണ്ടത്? എനിക്ക് ആദ്യം കേരളത്തിലെ BJP വിരുദ്ധരായ അല്ലെങ്കിൽ BJP എതിർക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരോടും പ്രവർത്തകരോടൊക്കെ ചോദിക്കാനുള്ളത്, ഈ തിരുവനന്തപുരത്ത് വോട്ട് ചോരി നടന്നിട്ടുണ്ടോ? അല്ല, ഉണ്ടെങ്കിൽ ഇപ്പോൾ പറയണം. കാരണം തിരുവനന്തപുരം നഗരസഭയിലും കേരളത്തിൽ ഒട്ടാകെയും ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ചിട്ടാണ് ഇലക്ഷൻ നടത്തിയിരിക്കുന്നത്. അപ്പോൾ അങ്ങ് കർണാടകയിലോ മഹാരാഷ്ട്രയിലോ UPയിലൊക്കെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ തട്ടിപ്പുണ്ടെന്നും കേരളത്തിൽ അതില്ല എന്നാണോ വാദം? അതല്ലെങ്കിൽ കേരളത്തിൽ വോട്ട് ചോരി നടന്നിട്ടുണ്ടോ ഇല്ലയോ, എന്താണ് നിങ്ങളുടെ അഭിപ്രായമെന്ന് എത്രയും പെട്ടെന്ന്, പ്രത്യേകിച്ച് തിരുവനന്തപുരം നഗരത്തിൽ അതുപോലെ തന്നെ പാലക്കാട് മുനിസിപ്പാലിറ്റിയിലൊക്കെ ഈ വോട്ട് ചോരി നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്ന് പെട്ടെന്ന് അതൊന്ന് വ്യക്തമാക്കുന്നത് നന്നായിരിക്കും. അതാണ് ഒന്ന് എനിക്ക് പറയാനുള്ളത്. രണ്ട്, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ പോലെ തന്നെ കേരളത്തിൽ ഇവിടെ ഈ രണ്ട് മുന്നണികൾക്കും 80% കൂടിയാൽ, രണ്ട് മുന്നണിയും കൂടി കൂടിയാൽ 80% താഴെ വോട്ടേ കിട്ടാൻ പോകുന്നുള്ളൂ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് 33% വോട്ടും ഈ ഐക്യ മുന്നണിക്ക് 43% വോട്ട്, 76 കിട്ടിയിരിക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് അതിലും താഴോട്ട് പോകും. ഈ രണ്ട് മുന്നണികൾക്ക് കൂടി ഉള്ള വോട്ട് അതിലും താഴോട്ട് പോകും. കേരളത്തിൽ BJPക്ക് ഒരു 20% വോട്ടുണ്ട്. അത് കേരളത്തിൽ ഒന്നോ രണ്ടോ ജില്ല, ഇപ്പം മലപ്പുറം ജില്ല അല്ലെങ്കിൽ ഇടുക്കി ജില്ല ഒഴിച്ചു നിർത്തിയാൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ബാക്കി എല്ലാ ജില്ലകളിലും അത് ഒരേ പാറ്റേണിൽ വന്നിട്ടുണ്ട് എന്നും ഈ തെരഞ്ഞെടുപ്പിൽ ഒരു സൂചനയുണ്ട്. മറ്റൊരു കാര്യം, ഇവിടെ രാഷ്ട്രീയമാണ് പറഞ്ഞത് എന്ന് പറഞ്ഞു. ഈ ജമാഅത്ത് ഇസ്ലാമിക്ക് എന്താ രാഷ്ട്രീയത്തിൽ കാര്യം? ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണ തെളിഞ്ഞും ഒളിഞ്ഞും വാങ്ങിയിട്ടാണ് ഇവിടെ പലരും മത്സരിച്ചിട്ടുള്ളത്. അതാരാന്ന് എല്ലാവർക്കും അറിയാം. SDPI പരസ്യമായി കേരളത്തിൽ പല സ്ഥലത്തും പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ദോഷമാണോ ഗുണമുണ്ടായതെന്നുള്ളത് വേറെ വിഷയം. അപ്പോൾ രാഷ്ട്രീയം മാത്രമൊന്നല്ല പറഞ്ഞത്, കേരളത്തിലെ ന്യൂനപക്ഷ വർഗീയതയെ താലോലിക്കുന്ന നിലപാട്, അവരുടെ പിന്തുണ ഒളിഞ്ഞും തെളിഞ്ഞും വാങ്ങുന്ന നിലപാട് രണ്ട് മുന്നണി എടുത്തിട്ടുണ്ട്. അത് രാഷ്ട്രീയമൊന്നുമല്ല. രണ്ടാമത്തെ കാര്യം, ഇനി രാഷ്ട്രീയമാണ് പറയുന്നെങ്കിൽ ഇവിടെ ഇപ്പോൾ വിലക്കയറ്റത്തിൻ്റെ കാര്യം പറഞ്ഞു. ഞാനത് പറഞ്ഞതിനെ കൊണ്ട് പറയുക, ഇന്ത്യ രാജ്യത്ത് മുഴുവൻ വിലക്കയറ്റം കുറവാണ്, കേരളത്തിൽ കൂടുതലാണെന്ന്. അങ്ങനെ ഇന്ത്യ രാജ്യത്ത് മുഴുവൻ വിലക്കയറ്റം കുറവാണെങ്കിൽ അതിന് ഉത്തരവാദി ആരാണ്? ഈ രാജ്യം ആരാ ഭരിക്കുന്നത്? ഇന്ത്യ രാജ്യത്തെ ഭൂരിപക്ഷം സംസ്ഥാനങ്ങളും ഏത് മുന്നണിയാണ് ഭരിക്കുന്നത്? അപ്പോൾ തീർച്ചയായിട്ടും നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഭരണ നേട്ടമല്ലേ. ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ജാതിയുടെ അടിസ്ഥാനത്തിലോ മതത്തിൻ്റെ അടിസ്ഥാനത്തിലോ വോട്ട് പിടിക്കുകയോ അതല്ലെങ്കിൽ ജാതിപരമായോ മതപരമായോ എന്തെങ്കിലും വിഷയങ്ങൾ സംസാരിക്കുകയോ ചെയ്യാതിരുന്ന ഏക രാഷ്ട്രീയ പാർട്ടി ഭാരതീയ ജനതാ പാർട്ടിയാണ്. ഏക മുന്നണി NDA ആണ്. ഇവിടെ എന്താ പറയുക, SIR ആയിരുന്നു ഒരു കൂട്ടർക്ക് വിഷയം, ഒരു കൂട്ടർക്ക് വഖഫായിരുന്നു വിഷയം. ഇതൊക്കെ ഇവർ സംസാരിച്ചിട്ടുണ്ട്. ഇവിടുത്തെ ന്യൂനപക്ഷ വർഗീയ താല്പര്യങ്ങളെ എന്താ പറയുക ഇക്കിളിപ്പെടുത്താനും അവരുടെ വോട്ടുകൾ നേടാനും വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവരിവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് അങ്ങനെ രാഷ്ട്രീയം പറഞ്ഞ് മാത്രമൊന്നുമല്ല ഈ തെരഞ്ഞെടുപ്പിനെ ഇവർ നേരിട്ടത്. പിന്നെ കേരളത്തിനൊരു പൊതു സ്വഭാവം ഉണ്ടായിരുന്നു. അത് നമ്മൾ 2001 കണ്ടിട്ടുണ്ട്, 91 കണ്ടിട്ടുണ്ട്. ഈ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഐക്യ ജനാധിപത്യ മുന്നണിയും തമ്മിലുള്ള മത്സരത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ഒരു ഗുണമുണ്ടാവുന്ന കാലത്ത് ഭാരതീയ ജനതാ പാർട്ടി, അന്ന് NDA ഇല്ല, BJP വളരെ പിന്നോട്ട് പോകും. അത് കഴിഞ്ഞ് ഒരു 5 വർഷം കഴിഞ്ഞ് ഐക്യ ജനാധിപത്യ മുന്നണി പിന്നോട്ട് പോയി. അവർ തമ്മിലുള്ള മത്സരത്തിൽ ഇടതു മുന്നണി മുന്നോട്ട് വരുമ്പോൾ BJP കുറച്ചൊന്ന് മുന്നോട്ട് വരും. ഇത് അവസാനിച്ചിരിക്കുകയാണ്. ഇന്നിപ്പോൾ കേരളം കാണുന്നത് എന്താണ്? കേരളത്തിൽ ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും
ഐക്യജനാധിപത്യ മുന്നണിക്കാണ് ഗുണമെങ്കിലും അവർ തമ്മിലുള്ള മത്സരത്തിൽ, അതല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കാണ് അവർ തമ്മിലുള്ള മത്സരത്തിൽ ഗുണമെങ്കിലും, ആർക്കാണ് ഗുണമെങ്കിലും BJPയുടെ വോട്ടിംഗ് ശതമാനവും BJPക്ക് ലഭിക്കുന്ന സീറ്റിൻ്റെ എണ്ണവും വർദ്ധിച്ചു വന്നിട്ടുണ്ട്. ഇപ്പോൾ അത് 20% കടന്നിട്ടുണ്ട്. പോളിംഗ് പെർസെൻറ്റേജ്, വോട്ടിംഗ് പെർസെൻറ്റേജ് 20 കടന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും അത് വരുന്ന ദിവസങ്ങളിൽ വേണം അത് കൃത്യമായി വിശകലനം ചെയ്യാൻ. അതിൻ്റെ കൃത്യമായ കണക്കുകൾ വരുന്നുള്ളൂ. മാത്രമല്ല ഈ ത്രിതല പഞ്ചായത്തുള്ള ഈ ഗ്രാമീണ മേഖലയിലെ വോട്ടിംഗ് ശതമാനം എടുക്കാൻ ലേശം പ്രായോഗിക ബുദ്ധിമുട്ടുമുണ്ട്. അപ്പോൾ ഏതായാലും അത് 20% കടന്നിട്ടുണ്ട്. അപ്പോൾ കേരള രാഷ്ട്രീയം വലിയ തോതിൽ മാറിയിരിക്കുകയാണ്. കേരളത്തിൽ ജനങ്ങൾ BJP പറയുന്ന കാര്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ശബരിമല വിഷയമായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയമായിരുന്നു വെച്ചാൽ അതും വിഷയമായിരുന്നു. അതോടൊപ്പം കേരളത്തിലെ ജനങ്ങളെ മുമ്പിൽ BJP അവതരിപ്പിച്ചൊരു വിഷയമുണ്ട്. 2047 വികസിത ഭാരതം എന്ന് പറഞ്ഞ് നരേന്ദ്രമോദി മുന്നോട്ട് വെച്ച ഒരു സങ്കല്പത്തെ 2047 വികസിത കേരളം, അത് കേരളത്തിനും ഇനി ഒരുപാട് കാര്യങ്ങൾ നേടാനുണ്ട്. കേരളത്തിനും വികസനം ആവശ്യമാണ്. കേരളത്തിനും പല മേഖലയിലും ഇന്നും കേരളത്തിന് മുന്നോട്ട് പോകാനുണ്ട്. അതുകൊണ്ട് വികസിത കേരളം, വികസിത തിരുവനന്തപുരം, വികസിത കോഴിക്കോട് എന്ന BJPയുടെ മുദ്രാവാക്യത്തിന് അക്സെപ്റ്റൻസ് കിട്ടിയിട്ടുണ്ട്. പ്രത്യേകിച്ച് നഗരമേഖലയിൽ അക്സെപ്റ്റൻസ് കിട്ടിയിട്ടുണ്ട്. അതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം കാണിക്കുന്ന അല്ലെങ്കിൽ സൂചിപ്പിക്കുന്ന ഒരു കാര്യം. കാരണം BJP ഇവിടെ സംസാരിച്ചത് നമുക്ക് കുടിവെള്ളം എത്തിക്കുന്ന കാര്യത്തെപ്പറ്റി, ഇവിടെ വൈദ്യുതി പൂർണ്ണമായിട്ടും എല്ലാ മേഖലയിലും 24 മണിക്കൂറും എത്തിക്കുന്ന കാര്യത്തെപ്പറ്റി, ഇവിടെ നല്ല റോഡുകൾ ഉണ്ടാക്കുന്നതിനെ പറ്റി, മഴ പെയ്താൽ റോഡുകൾ തോടാവാതിരിക്കാനുള്ള സാങ്കേതിക വിദ്യ എന്താണ് എന്ന് ആലോചിക്കുന്നതിനെ പറ്റി, അതോടൊപ്പം ആരോഗ്യ മേഖല, അത് സൗജന്യ ചികിത്സ പോലുള്ള കാര്യങ്ങളെ സംബന്ധിച്ച്, അതോടൊപ്പം വിദ്യാഭ്യാസ മേഖലയിൽ ഇവിടെ സ്മാർട്ട് ക്ലാസ് റൂം, ഡിജിറ്റൽ ക്ലാസ് റൂം, ഈ വക കാര്യങ്ങളെപ്പറ്റി ഇപ്പോൾ PM ശ്രീ ചർച്ചയായിട്ടുണ്ട്. നല്ല കാര്യമാണ്, BJPക്ക് ഗുണം ചെയ്തിട്ടുണ്ട് എന്നാണ് BJP വിശ്വസിക്കുന്നത്. കാരണം കേരളത്തിലെ 336 സർക്കാർ സ്കൂളുകൾക്ക് 1526 കോടി രൂപ കൊടുത്ത് അവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനുള്ള ഒരു തീരുമാനമായിരുന്നു, അല്ലെങ്കിൽ ഒരു പദ്ധതിയാണ് PM ശ്രീ എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ അതിനെ എതിർത്തവർക്ക് പരാജയം സംഭവിച്ചത്, വലിയ പരാജയം. അപ്പോൾ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ, ഇപ്പോൾ വന്ദേ ഭാരത്, മൂന്നാമത്തെ വന്ദേ ഭാരത് ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പാണ് വന്നത്. കേരളത്തിലെ 32 റെയിൽവേ സ്റ്റേഷനുകൾ ഇന്ന് വലിയ തോതിലുള്ള വികസനം നടക്കുന്നു. ഇപ്പോൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനൊക്കെ 400 കോടി രൂപയുടെ വികസനമാണ്. വടകര റെയിൽവേ സ്റ്റേഷനും വർക്കല റെയിൽവേ സ്റ്റേഷനും അതുപോലെ തന്നെ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനൊക്കെ വലിയ തോതിൽ ഡെവലപ്പായി വികസിപ്പിച്ച് അതിൻ്റെ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇതൊക്കെ കേരളം ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ വികസിത കേരളം എന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ കേരളത്തിലെ രാജീവ് ചന്ദ്രശേഖരൻ്റെ നേതൃത്വത്തിലുള്ള ഞങ്ങളുടെ സംവിധാനത്തിൻ്റെ ഞങ്ങൾ മുന്നോട്ട് വെച്ച ആ വികസിത കേരളം എന്നുള്ള കാര്യം സംസാരിക്കപ്പെട്ടിട്ടുണ്ട്, ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഞങ്ങൾ മനസ്സിലാക്കുന്നത് 2024 ലഭിച്ച വോട്ട് പോലും ഈ രണ്ട് മുന്നണികൾക്കും കമ്പൈൻഡ് ആയിട്ട് കിട്ടിയിട്ടില്ല എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പിൽ BJP ഒരു കേരളത്തിൻ്റെ തലസ്ഥാന നഗരിയിൽ BJP വിജയിച്ചിരിക്കുന്നു, പാലക്കാട് നിലനിർത്തിയിരിക്കുന്നു, ഒരുപാട് മുനിസിപ്പാലിറ്റിയിൽ BJP നിർണായക ശക്തിയായിരിക്കുന്നു. ഞാൻ മനസ്സിലാക്കുന്ന 200ഓളം പഞ്ചായത്തിൽ ആർക്കും ഭൂരിപക്ഷമില്ല. അവിടെ BJPയുടെ സീറ്റിൻ്റെ എണ്ണം വർദ്ധിച്ചതുകൊണ്ട് പഞ്ചായത്തുകൾ വന്നിരിക്കുന്നു. ഇതൊക്കെ സംഭവിച്ചിരിക്കുന്നു. ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, വോട്ടിങ്ങിന് കുഴപ്പമൊന്നുമില്ലല്ലോ, പെട്ടിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, വോട്ട് ചോറിയൊന്നുമില്ലല്ലോ, എന്തെങ്കിൽ പറയണം എന്ന് കൂടിയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഓക്കെ. അപ്പോൾ ആ ചോദ്യം എന്തായാലും ഡോക്ടർ ഹരിയിലേക്ക് ഞാൻ കൈമാറുകയാണ്.